സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ വർധനവ്. ക്ഷാമബത്ത കുടിശ്ശിക അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. ഇതോടെ ക്ഷാമബത്ത പൂർണ്ണമായും ഉദ്യോഗസ്ഥർക്ക് കിട്ടാൻ പോവുകയാണ്. എന്നാൽ മുൻകാല പ്രാബല്യമില്ല എന്നതും എടുത്തു പറയണം. സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ വർധനവ് വന്നിരിക്കുകയാണ്. ക്ഷാമബത്ത കുടിശ്ശിക അനുവദിച്ച് സർക്കാർ ഉത്തരവും ഇറക്കി. അടുത്തിടെ 3% കുടിശ്ശികയാണ് അനുവദിച്ചിരുന്നത്. ഇപ്പോൾ 10% കൂടി അനുവദിച്ചു. ഇതോടെ ക്ഷാമബത്ത പൂർണ്ണമായും ഉദ്യോഗസ്ഥർക്ക് കിട്ടാൻ പോവുകയാണ്. എന്നാൽ മുൻകാല പ്രാബല്യമില്ല എന്നതും എടുത്തു പറയണം. സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങവെയാണ് ഉദ്യോഗസ്ഥർക്കുള്ള ക്ഷാമബത്ത പൂർണ്ണമായി നൽകാൻ പോകുന്നത്. പ്രഖ്യാപിച്ച ക്ഷാമബത്ത പൂർണ്ണമായും അനുവദിക്കണമെന്ന് ഉദ്യോഗസ്ഥർ പലതവണ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ബജറ്റിൽ ഇക്കാര്യത്തിൽ സർക്കാർ ഉറപ്പു നൽകുകയും ചെയ്തു. ഈ വാക്ക് പാലിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. വർഷത്തിൽ 2 തവണയാണ് ഉദ്യോഗസ്ഥർക്കുള്ള ക്ഷാമബത്തയും പെൻഷൻകാർക്കുള്ള ക്ഷാമാശ്വാസവും വർദ്ധിപ്പിക്കാറുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇതിന്റെ നടപടിക്രമങ്ങൾ കൃത്യമായി നടന്നിരുന്നില്ല. എന്നാൽ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. 35% സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത, 22% ഇതുവരെ നൽകിയത്, 13% കുടിശ്ശികയായിരുന്നു. ഫെബ്രുവരിയിൽ 3% കുടിശ്ശിക നൽകുമെന്ന് അറിയിച്ച് ഉത്തരവും ഇറക്കി. ഈ വർധനവ് മാർച്ചിൽ കയ്യിലെത്തുന്ന ശമ്പളത്തിലുണ്ടാകും. അതേസമയം ബാക്കി 10% കൂടി നൽകുന്ന ഉത്തരവാണ് ഒടുവിൽ ഇറക്കിയിരിക്കുന്നത്. 10% DA കുടിശ്ശിക മാർച്ച് മാസത്തിലെ ശമ്പളത്തിലാണ് ലഭിക്കുക. അതായത് ഏപ്രിലിൽ കയ്യിലെത്തുന്ന ശമ്പളത്തിൽ ഈ തുക കൂടി ഉണ്ടാകും. ഇതോടെ പ്രഖ്യാപിച്ച എല്ലാ DA കുടിശ്ശികയും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കും. എന്നാൽ മുൻകാല പ്രാബല്യമില്ല എന്നതാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം. മാർച്ച് മുതൽ കുടിശ്ശികയില്ലാതെ ക്ഷാമബത്ത ഉൾപ്പെടുത്തിയാകും ശമ്പളം കിട്ടുക. സർക്കാർ ഉദ്യോഗസ്ഥർ, പെൻഷൻകാർ, തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, അധ്യാപകർ, പാർട്ട് ടൈം ജോലിക്കാർ എന്നിവർക്കെല്ലാം സർക്കാർ ഉത്തരവിന് ഗുണം കിട്ടും. തദ്ദേശ സ്ഥാപനങ്ങൾ അധിക തുക അവരുടെ ഫണ്ടിൽ നിന്നും കണ്ടെത്തണം. KSRTC, KSCB എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർക്കുള്ള DA വർധനവ് സംബന്ധിച്ച് പ്രത്യേക ഉത്തരവ് പിന്നീട് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.